അമ്മാരി വേറെ ലെവല് പടം. പൃഥ്വിരാജ് ഞെട്ടിച്ചു, ബ്ലെസ്സി ഞെട്ടിച്ചു. ശരിക്കും പറഞ്ഞാൽ അവരുടെ എഫേർട്ട് ശരിക്കും പടത്തിൽ നമുക്ക് കാണാനുണ്ട്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ധന്യ രമ്യ തിയേറ്ററിന്റെ ഫ്രണ്ടിലാണ്. പ്രശസ്തമായ ബെന്യാമിന്റെ ആടുജീവിതം എന്ന നോവലിനെ ആസ്പദമാക്കി ബ്ലെസ്സി തിരക്കഥയും സംവിധാനവും നിർവഹിച്ച് ഇന്ന് പുറത്തിറങ്ങുന്ന ആടുജീവിതം എന്ന സിനിമയുടെ തിയേറ്റർ റെസ്പോൺസ് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. പൃഥ്വിരാജാണ് ഇതിനകത്ത് നജീബ് എന്ന പ്രഭാസിയുടെ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത് KU മോഹനനും ശബ്ദമിശ്രണം കൈകാര്യം ചെയ്തിരിക്കുന്നത് റസൂൽ പൂക്കുട്ടിയുമാണ്. പശ്ചാത്തല സംഗീതവും ഗാനങ്ങളും ഒരുക്കിയിരിക്കുന്നത് നമ്മുടെ AR റഹ്മാനാണ്. സിനിമയുടെ ഫസ്റ്റ് ഷോ അകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഏകദേശം ഒരു അരമണിക്കൂറിനുള്ളിൽ സിനിമ തീരും. അപ്പൊ നമുക്ക് തിയേറ്റർ റെസ്പോൺസ് അറിയാം. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോകാം. 2011 വായിച്ചത് നോവലാണ്. അന്ന് സിനിമ എടുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ മുതൽ എക്സൈറ്റ്മെന്റ് ആയിരുന്നു എങ്ങനെ ആകും എന്നുള്ളത്. പക്ഷേ ഇതിലപ്പുറം ഇനി ഒരു പടം എടുക്കാൻ പറ്റത്തില്ല. അമ്മാതിരി പൃഥ്വിരാജ് ഒരു രക്ഷയില്ല. ഹാർഡ് വർക്ക്, ആ കോവിഡ് സമയത്തുള്ള അവരുടെ ആ ഒരു വിഷമമൊക്കെ നമ്മൾ മനസ്സിലാക്കിയല്ല. അപ്പൊ അതിന്റെയൊക്കെ ആ ഒരു വിഷമത്തൊക്കെയുള്ള ഫലം ഇതിനകത്തുണ്ടാവും. മലയാളം മൂവി ഷുഡ് ബി ഇങ്ങനെയായിരിക്കണം ഒരു മലയാളം മൂവി എടുക്കേണ്ടത്. സോ ഈ ഒരു പടം കൊണ്ട് മലയാളം മൂവിയുടെ റേറ്റിംഗ് ഹാസ് ഗോൺ അപ്പ്. My comment on it. പക്ഷേ റഹ്മാന്റെ സംഗീതവും കാര്യങ്ങളും Also outstanding movie. Act outstanding. അഭിനയൊക്കെ എങ്ങനെയുണ്ട് എല്ലാവരുടെയും? എങ്ങനെയുണ്ട് പടം? എങ്ങനെയുണ്ട് പടന്റെ മുത്തുമണെ ഞങ്ങള് സംഭരിച്ചു പോവും, ഇരുന്നു പോവും. അമ്മാരി ഞെട്ടിച്ചു വേറെ ലെവല് പടം. ജീവിതത്തിൽ നടക്കുന്ന ഒരു ഗൾഫുകാരന്റെ കഥ. സത്യം പറയാ, പടം കണ്ടിട്ട് നൊലോളി അതിനപ്പുറത്തേക്ക് നടക്കാൻ വലിയ പൃഥ്വിരാജ് ഞെട്ടിച്ചു, ബ്ലെസ്സി ഞെട്ടിച്ചു. ശരിക്കും പറഞ്ഞാൽ അവരുടെ എഫേർട്ട് ശരിക്കും പടത്തിൽ നമുക്ക് കാണാനുണ്ട്. നമുക്ക് ശരിക്കും നല്ല ഫീലാണ്, ഹാർട്ട് ടച്ചിങ് ആണ്. സാധാരണ നമ്മളൊരു ഇമോഷണൽ സിനിമ കാണുമ്പോൾ നമുക്ക് ഒന്നെങ്കിൽ നമ്മൾ കരയും, അല്ലെങ്കിൽ നമുക്ക് ഒരു വിഷമം വരും. പക്ഷെ ഇതെന്ന് വെച്ചാൽ അങ്ങനെയല്ല. നമ്മൾ അതിനകത്ത് ആക്ച്വലി അനുഭവിക്കുന്നതായിട്ടാണ് ഫീൽ ചെയ്തത്. ഒരു എമ്പതിയാണ് ഫീൽ ചെയ്തത്. ശരിക്കും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നാഷണൽ അവാർഡ് കിട്ടുമോ? നാഷണൽ അവാർഡിന് മേളിൽ പോകും. പുറത്ത് നല്ലൊരു റെക്കഗ്നിഷൻ കിട്ടും. ഓസ്കാർ ഒന്നും കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല, അതൊക്കെ ഇച്ചിരി തള്ളാണ്. പക്ഷെ എന്നാലും ഇന്ത്യൻ സിനിമയ്ക്ക്, അതായത് ഇന്ത്യൻ ഇൻഡസ്ട്രിക്ക് പുറത്ത് ശ്രദ്ധിക്കപ്പെടും ഈ സിനിമ. അത് ഷോ പടം ഇഷ്ടപ്പെട്ടു. ഞെട്ടിച്ചു. മൊത്തത്തിൽ റിവ്യൂ എന്ന് പറയാം പടത്തിന്റെ. മൊത്തത്തില് സെക്കൻഡ് ഹാഫാണ് കുറച്ച് ഇഷ്ടപ്പെട്ടത്. ഫസ്റ്റ് ഹാഫ് കൊള്ളാം. ആ മേക്കിങ്ങും ആക്ടിങ് വൈസ് ഒക്കെ ആണെങ്കിൽ കൊള്ളാം. നോവലിന്റെ നല്ല അഡാപ്റ്റേഷൻ. നോവൽ വെച്ച് നോക്കുവാണെങ്കിൽ അവർക്ക് എല്ലാ സീനും അതേപോലെ പകർത്തി വെക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ചില സീൻസൊക്കെ സൂപ്പർ മൂവി. നമ്മൾ പൃഥ്വിരാജിന് ഹാൻഡ്സ് ഓഫ്. അടിപൊളി. ഞാൻ ഇതിന് ഒറിജിനൽ ലൈഫിൽ പറ്റിയ നജീബിക്കയും സമ്മതിക്കണം. കാരണം ഇത്രയും ആ ഒരു ത്യാഗം സഹിച്ച് ഒരു 3 കൊല്ലം അവിടെ ആ ഒരു അറബിയുടെ അണ്ടറിൽ ഇത്രയും കഷ്ടത അനുഭവിച്ചിട്ട് ആ ഒരു തരണം ചെയ്ത് മുന്നോട്ട് വന്നില്ലേ, സമ്മതിക്കണം. അതേപോലെ തന്നെ 16 വർഷമാണ് എനിക്ക് തോന്നുന്നു പൃഥ്വിരാജ് ഇതിനു വേണ്ടി ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്തത്. ഫാൻസ് ഓഫ് പൃഥ്വിരാജ്. സൂപ്പർ. തീർച്ചയായിട്ടും 100 കോടിയുടെ അല്ല, പൈസയുടെ അല്ല. ഇങ്ങനെ ഈ ഒരു ഇത്രയും വേദന അനുഭവിച്ചൊരു വ്യക്തി ഈ ഒരു ഭൂമിയിൽ അതിജീവിച്ച് വന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ അതിനൊരു സന്തോഷം. തീർച്ചയായിട്ടും അടിപൊളി മൂവി. മലയാളത്തിൽ നല്ലൊരു ഉയർച്ചയായിരിക്കും ഒരു മൂവി എന്ന് പറയുന്നത്. നല്ലൊരു കുതിപ്പായിരിക്കും മലയാളം മൂവിക്ക്. പടം കണ്ടല്ലോ? കണ്ടു. എങ്ങനെയുണ്ട് പൃഥ്വിരാജിന്റെ അഭിനയം? ഓവറോൾ എങ്ങനെയുണ്ട് പടം? സൂപ്പർ. പടം കണ്ടിട്ടാണ്ട് ഇങ്ങനെ ഗൂസ് ബംസ് ഇപ്പോഴും വന്നോണ്ടിരിക്കുക. അത് തന്നെ ഉള്ളു പറയാൻ. അത്രയ്ക്ക് സൂപ്പർ തന്നെ. എല്ലാം ഡയറക്ഷൻ എല്ലാം. പടം എങ്ങനെയുണ്ട്? പടം നല്ല സൂപ്പറായിരുന്നു. ഇപ്പം കണ്ടതേ ഉള്ളൂ. പൃഥ്വിരാജിൻ്റെ അഭിനയമൊക്കെ വളരെ നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ സംഗീതവും വളരെ നമുക്ക് ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ളതായിരുന്നു. ഇഷ്ടപ്പെട്ടു. ബ്രോ എങ്ങനെയുണ്ട് പടം? ഒരു രക്ഷയില്ല പടം കണ്ടിട്ട്. നമ്മളെ ഒരു സിനിമ കാണുന്നതിനപ്പുറം അതിനകത്തോട്ട് ഇറങ്ങി ജീവിതത്തിൽ ഭയങ്കരമായിട്ട് ഇമോഷണലായി പോയി. ഓരോ സെക്കൻഡ് രക്ഷയില്ല. നമ്മൾ ഈ അറബിക് കഥയിലും മരിയാനകത്തൊന്നും കണ്ട മരുഭൂമിയല്ല, ഇതാണ് മരുഭൂമി. ഒരു രക്ഷയില്ല പടം. പൃഥ്വിരാജ് എല്ലാവരും മൊത്തത്തിൽ റിവ്യൂ നമുക്ക് വീണ്ടും കാണാൻ തോന്നും. നമുക്ക് ഇത് റിയലായിട്ട് അനുഭവിച്ചു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലൊരു ടച്ചിങ് ആണ്. ഓരോ സീൻസ് നമുക്ക് എന്താ പറയുക, പ്രതീക്ഷകൾ വരുന്ന, അല്ലെങ്കിൽ പടം കാണണം. പക്ഷേ എങ്കിൽ കാണേണ്ട പടം തന്നെയാണ് ഇത്. നമുക്ക് പറഞ്ഞല്ലേ, ബ്ലെസ്സി അടിപൊളിയായിട്ട് നമ്മളെ ഫീലിങ്സ് നമുക്ക് ടച്ച് ആവുന്നുണ്ട്. നമുക്ക് അത് തന്നെ കറക്റ്റായിട്ട് നമുക്ക് കൊടുത്തില്ല എന്നല്ല, കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒരു എന്താ പറയുക, നമുക്ക് മിസ്സിങ് ആണ്. നമുക്ക് പൃഥ്വിരാജിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ കേരളത്തിനെ സംബന്ധിച്ച് ഒരു നഷ്ടമാണ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ. ആ രീതിയിൽ അതിനകത്ത് പല സീൻസുകളും ഉണ്ട്. കാണണം, പല സീൻസുകളും നമ്മളെ ടച്ച് ചെയ്യും.
ആടുജീവിതം? നന്നായിട്ടുണ്ട്. പൃഥ്വിരാജ് ഞെട്ടിച്ചോ മൊത്തത്തിൽ? ഞെട്ടിച്ചു. സൂപ്പറായിട്ടുണ്ട്. കുറെ അവാർഡുകൾ വാരിക്കും. നാഷണൽ അവാർഡ് കിട്ടുമെന്നുറപ്പുണ്ടോ? കിട്ടുമായിരിക്കും. അത്രയ്ക്ക് പ്രയത്നിച്ചിട്ടുണ്ടല്ലോ കുറെ വർഷങ്ങളായിട്ട് എടുത്തത്. നന്നായിട്ടുണ്ട്. മൊത്തത്തിലുള്ള റിവ്യൂ എന്ന് പറയാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവും. നന്നായിട്ടുണ്ട്. അവന്റെ ഹാർഡ് വർക്ക് ഭയങ്കര ഇതായിട്ട് നമ്മളെ ഞെട്ടിക്കും സിനിമ. ആടുജീവിതം എന്ന സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നമ്മൾ കുറെ റിവ്യൂ എടുത്തു. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതുപുത്തൻ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിത്തരുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ നിങ്ങളുടെ സ്വന്തം ഫൈസൽ സൈനിങ് ഓഫ്.